ഇപ്പോൾ ഈ ബജറ്റിൽ ആദ്യം തന്നെ ധനമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം വയനാടിന് 750 കോടി രൂപ എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തിന് അവനവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി അതിജീവിക്കാൻ 750 കോടി രൂപ മാറ്റിവെക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ഇച്ചിരി ചുരുക്കേണ്ടി വരും. അത് പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ട് ഉള്ള സഹായങ്ങളിൽ കേന്ദ്രം ഈ മനസ്ഥിതി തുടരുന്ന സാഹചര്യത്തിൽ. മാധു, അതിനു മുമ്പ് ജയിക്ക് ഈ 5000 കോടി രൂപ റോഡ് വികസനത്തിന് നൽകിയതിനെക്കുറിച്ച് പിടിച്ചുപറിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. മാധു തന്നെ പറഞ്ഞു അത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ അങ്ങോട്ട് വെച്ച ഒരു പ്രപ്പോസൽ അനുസരിച്ച് ചെയ്ത കാര്യമാണ്. എന്താണെങ്കിലും ഇപ്പോൾ അത് സാർ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കടത്തിൽ പെടുത്തരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ വലിയ ഈ നെഞ്ചത്തടിക്കേണ്ട കാര്യമൊന്നുമില്ല ജയിക്കെ. പിന്നെ ഇത് സാധാരണമാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, വലിയ ഭൂമി വില വലിയതായി വർദ്ധിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇതേപോലെ ആ സംസ്ഥാനത്തിൻ്റെ വിഹിതം എടുക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം ഇത് ഞങ്ങൾ മാത്രം ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ഭൂമി വിലയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങൾ അടങ്ങുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സംസ്ഥാനങ്ങളും നൽകിയ തുക എത്രയുണ്ട്? ആ തുക ചെലവഴിക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിലവിൽ ദുരിതാശ്വാസ നിധിയിൽ വന്ന തുകയുടെ 75% ചെലവഴിക്കാനല്ലേ. ആ 75% ഒന്ന് ചെലവഴിക്കും സാർ. സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ വയനാടിന്റെ പുനരുദ്ധാരണം അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗം ബജറ്റിൽ 750 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ചുരുക്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. കേന്ദ്രം നിങ്ങൾ ഈ 75% തന്ന പൈസ ചെലവഴിക്കൂ, കേന്ദ്രം തരികയില്ലെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്രം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ കേന്ദ്രം നൽകിയ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത പണത്തിൻ്റെ 1 രൂപ പോലും ചെലവഴിക്കാതെ ഇനിയും വേണമെന്ന് പറയുന്നത്, അത് ചെലവഴിക്കൂ. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തന്നെയല്ലേ പറഞ്ഞത്, 75% ചെലവഴിക്കാൻ. ഞാൻ ആദ്യം ചോദ്യമായി ഉന്നയിച്ചിരുന്നു. ഞാൻ ചോദിച്ചത് അതല്ല, അങ്ങേക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. സംസ്ഥാനം അതിന്റെ ബജറ്റിൽ 750 കോടി രൂപ എന്നുള്ള ഹ്യൂജ് എമൗണ്ട് മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണല്ലോ, നമ്മുടെ ഏറ്റവും വലിയ വേദന പരിഹരിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചുരുക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അത് കേന്ദ്രത്തെ കുറ്റം പറയുന്നതാണെന്ന് അങ്ങേക്ക് തോന്നിയെങ്കിൽ ഞാൻ അങ്ങേ തിരുത്താനുമില്ല, അത് സ്വാഭാവികമാണ്.